ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു വ്യക്തിയുടെ നിങ്ങളോടുള്ള എക്സാക്റ്റ് എനർജി എന്താണ്, റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്ന് നോക്കാം. ഔട്ട്സൈഡർ, സ്ട്രെസ്, ഫ്ലവറിങ്, സക്സസ്, റിബൽ, ഇൻറ്റൻസിറ്റി, ബേർഡൻ, എക്സോഷൻ. നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. റിസപ്റ്റിവിറ്റി. ഇവിടെ നമുക്ക് നിലവിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ഇതിനകത്ത് നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അത് ഇനിയിപ്പോൾ ഓൺ ആൻഡ് ഓഫ് രീതിയിൽ കോണ്ടാക്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ക്ലാരിറ്റി ഉള്ള, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വർക്കാവുന്നില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാം. മാത്രമല്ല ഇതിനകത്ത് ഒരു വ്യക്തി ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഈ പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് മറ്റേ വ്യക്തി എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അതിൻ്റെ ഒരു 100 ഇരട്ടി ഒരാൾ ഒറ്റയ്ക്കിടാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനകത്തുള്ള പ്രോബ്ലംസ് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാരം നെഞ്ചിലേറ്റി നടക്കുന്ന ഒരവസ്ഥ എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു അമിതമായിട്ടുള്ളൊരു സ്ട്രെസ് ഇവിടെ ഒരാൾ എടുക്കുന്നതായിട്ട് കാണാം. നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ആ ഒരു എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. അത്രയേറെ ഇതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്തു, ഇതിനെക്കുറിച്ച് പ്രതീക്ഷിച്ചു ഒക്കെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. മാത്രമല്ല തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു പിന്തള്ളപ്പെട്ട ഒരവസ്ഥയാണ് എന്ന് തോന്നിയേക്കാം. മേ ബി അത് നിങ്ങൾക്കായിരിക്കാം. അവർ ആ ഒരു പഴയ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ കാണിക്കുന്നില്ല. നമ്മൾ ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ അവർ പടിക്ക് പുറത്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിനകത്ത് കമ്പൈൻഡ് എനർജി ആയതുകൊണ്ട് ഒരുപക്ഷെ പേഴ്സണും ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടാവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇവിടെയുള്ള കാര്യങ്ങൾ, ഈ ഔട്ട്സൈഡർ, സ്ട്രെസ്, ബേർഡൻ, അതുപോലെ തന്നെ എക്സോഷൻ, ഇതെല്ലാം ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ഒരു സ്ട്രെയിൻ, അല്ലെങ്കിൽ ഇതിനകത്ത് എടുക്കുന്ന ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പാർട്ട്ണറുടെയും കൂടി ഒരു കാര്യം നമ്മൾ തോളിലേറ്റി കൊണ്ട് നടക്കുന്ന ഒരു എനർജി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ ഒരു തരത്തിൽ അത്രയും ഒരു ഡ്രെയിൻഡ് ആയിട്ടിരിക്കുന്ന ആരുടെയൊക്കെയോ എനർജിയാണ്, അല്ലെങ്കിൽ അത് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിനകത്ത് എന്ത് വിട്ടുവീഴ്ച ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ആരൊക്കെയോ ഇതിനകത്തുണ്ട്. അത്രയേറെ ഇതിനകത്ത്, അതായത് ഇനി ഇതിനകത്ത് ചെയ്യാനായിട്ടൊന്നും ബാക്കിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ മാക്സിമം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഒരു പക്ഷേ പേഴ്സണുമായിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ആവുന്നതിന് മുൻപാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാനോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നം എന്നറിയാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ പല രീതിയിൽ, ഇനിയിപ്പോൾ പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, വഴിപാടെങ്കിൽ വഴിപാട്, അങ്ങനെ എല്ലാ തരത്തിലും ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് എടുത്തിട്ടുള്ള ആൾക്കാരുടെ എനർജിയാണ്. അങ്ങനെ ആ ഒരു അത്രയും ഒരു ബേർഡൻ ഏറ്റെടുത്തത് കൊണ്ടായിരിക്കും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരാൾ കൂടുതലായിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു, മറ്റൊരാൾ അത് പൊട്ടിച്ചെറിയാനായിട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ അതിനകത്ത്
ഈ ഒരു വ്യക്തിയുടെ ചെയ്യുന്ന പ്രവർത്തികളൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഇതിന് തീർത്തും വിഭിന്നമായിട്ട് ഒരാൾ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ അത് ആ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസം ഉണ്ടാക്കും. എന്ന് പറഞ്ഞതുപോലെയുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. അപ്പോൾ അത്രയേറെ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല എന്ന് ഉള്ള രീതിയിൽ നിൽക്കുന്ന ആരുടെയൊക്കെയോ എനർജീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇത്രയും ഞാൻ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഇത്രയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നമ്മൾ ചത്ത് നിൽക്കുക എന്ന് പറയില്ല, എന്ന് പറഞ്ഞ പോലെയൊക്കെ നിന്നിട്ടും കാര്യമില്ല. എല്ലാം അതിൻ്റെ വഴിക്ക് പോട്ടെ. ഞാനായിട്ട് ഇനിയൊന്നും ഹോൾഡ് ചെയ്യാൻ നിൽക്കുന്നില്ല. അങ്ങനെയല്ല വേണ്ടതെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു രീതി തെറ്റായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ മുന്നോട്ട് പോവേണ്ടതെന്നുള്ളൊരു തിരിച്ചറിവ്. ആ ഒരു മാറ്റം ഇപ്പോൾ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. നമ്മൾ ഈ കണ്ടതുപോലെ ഒരുപാട് സ്ട്രെയിനും എഫേർട്ടും ഒക്കെ എടുത്ത് പോയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്വയം തിരിച്ചറിവും ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ വഴിക്ക് പോട്ടെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് തീരുമാനിക്കട്ടെ, ഞാനായിട്ട് ഇനി ഒന്നിനുമില്ല, ഞാൻ ആകെ തളർന്നിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരം റണ്ണർ ചേസർ എനർജി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഒരാൾ ഭയങ്കരമായിട്ട് ഒരാളെ ഫോളോ ചെയ്യുക, ആ ഫോളോ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ആ ഒരു റിലേഷൻഷിപ്പിനും കൂടി വേണ്ടിയിട്ടായിരിക്കണം. അത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ ചിലപ്പോൾ കംഫർട്ട് ആക്കാനായിട്ട് നോക്കുക, അങ്ങനെ മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് അവിടെ ആ ഒരു റണ്ണർ ചേസർ എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെ ഞാൻ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ടെന്നോ, അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടലിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ആ ഒരു ചേസിങ് ഇപ്പോൾ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ആ ഒരു സ്വതന്ത്രമായിട്ടുള്ള വിട്ടുകൊടുക്കലും കൂടി നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പം നമുക്കിനി നോക്കാം ഈ ഒരു പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു എനർജി എന്താണ്, ഏത് രീതിയിലാണ് അവർ കാര്യങ്ങൾ നോക്കിക്കാണുന്നതെന്നുള്ളത്. 3 of Cups, Emperor, 6 of Wands, Fool, Tower, Knight of Swords, Seven of Wands, Justice, Queen of Pentacles, Ace of Wands, Five of Swords, King of Swords, Moon, King of Pentacles, Magician. അപ്പോൾ നമ്മളിവിടെ ഇവരുടെ എനർജിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ പേഴ്സണെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളും കൂടി നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് വളരെ ഒരു ഹൈലി ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. മാത്രമല്ല നമ്മളൊരു സോഷ്യൽ ബട്ടർഫ്ലൈ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതായത് എപ്പോഴും സൊസൈറ്റിയുടെ മുന്നിൽ മികച്ചു നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്വന്തം ക്വാളിറ്റീസിൽ അഹങ്കരിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയാം. അതായത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനാണെന്നുണ്ടെങ്കിലും എൻ്റെ പുറകെ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സണാണ്. അതായത് മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു പേഴ്സണാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് അവരെ ഫോളോ ചെയ്യുന്ന വ്യക്തികളോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടോ മറ്റു പല കാര്യങ്ങളും കൊണ്ട് ഇവരിൽ ആകൃഷ്ടരായിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അഹങ്കാരവും കാര്യങ്ങളും ഉള്ള ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം നമ്മൾ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഭയങ്കരമായിട്ട്
കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് അവരുടെ മനസ്സിനകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്റ്റർബൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ അനുഭവപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അതായത് നമ്മൾ ഓൾറെഡി അവരുടെ ഒരു ക്യാരക്ടർ, ബേസ് ക്യാരക്ടർ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഉള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്വയം ഒരു കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സണ് കാര്യമായിട്ടുള്ള ഒരു ക്ഷതം ഏറ്റിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതായത് അവരുടെ ഒരു വിശ്വാസം കംപ്ലീറ്റ്ലി തെറ്റിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അമിതമായിട്ട് കോൺഫിഡൻസ് ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ താഴെ പോയി, അല്ലെങ്കിൽ അത് തകർന്നടിഞ്ഞു എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്പ്രെഡ് എടുത്തപ്പോൾ പറഞ്ഞൊരു സംഗതിയാണ്, ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്ത് നടന്ന വ്യക്തിയാണ് നിങ്ങൾ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഒരു റണ്ണർ ചേസർ എനർജിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു അവരുടെ പുറകെ പിന്നാലെയുള്ള പോക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ മറ്റൊരു ആംഗിളിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് തന്നെയായിരിക്കും ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു മാനസിക നില തകർത്തിട്ടുള്ള ഒരു സംഗതി എന്ന് തന്നെ പറയാം. അതായത് നമ്മളൊരു കാര്യത്തിൽ ഇപ്പോൾ കോൺഫിഡൻസ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ ആ ഒരു സ്പ്രെഡിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരുപാട് റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോൺടാക്റ്റ് ഒക്കെ ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മുൻകൈ എടുത്തിട്ടൊക്കെയുള്ള പേഴ്സൺ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഒരു മറ്റൊരു മുഖം അവർക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു മുഖം കാണുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ചിലപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു അകൽച്ച നിങ്ങളിൽ നിന്ന് അവരൊരിക്കലും റിലേഷൻഷിപ്പിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു അമ്പരപ്പ് തീർച്ചയായിട്ടും അവർക്കുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ഒരു ആങ്സൈറ്റി, ഫിയർ, പല രീതിയിലുള്ള ഒരു വികാരങ്ങൾ, സമ്മിശ്ര വികാരങ്ങൾ ഈ പേഴ്സണ് തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ അതവർ കാണിക്കുന്നേ ഇല്ല എന്നുള്ളൊരു സംഗതി നമുക്കിവിടെ കാണാം. അതായത് എന്തൊക്കെ അവർക്ക് ഒരു പ്രഷറും കാര്യങ്ങളും ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാലും അവരെപ്പോഴും ഈ ഒരു മോഡലായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ആ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. മനസ്സിലുള്ളത് എളുപ്പത്തിൽ അങ്ങനെ അവരിപ്പോൾ ഒന്ന് വീണുപോയി അല്ലെങ്കിൽ ഒന്ന് പതറിപ്പോയാലും അതൊരിക്കലും പുറമേ കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല ഈ ഒരു വ്യക്തി എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ അമിതമായിട്ടുള്ള കോൺഫിഡൻസിലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അവർ ഒരു രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ താഴെ പോകുന്നോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിലും ചിന്തിച്ചിട്ടില്ല. അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ അനുസരിക്കും, അല്ലെങ്കിൽ അവരെ ഇഷ്ടമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ കോൺഫിഡൻസ് ആയിരുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ അവരുടെ തീരുമാനങ്ങളും ചിലപ്പോൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നിട്ടുണ്ടാവാം. നമ്മൾ വലിയ ഒരു കാര്യമായിട്ട് ആലോചിക്കാതെ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഉള്ളൊരു സ്ഥലങ്ങളിലായിരിക്കും. ഓ, ഇതിങ്ങനെ വരുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു അമിത വിശ്വാസം കൊണ്ട് നമ്മളവിടെ വലിയൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്തണമെന്നില്ല. ഈ പറഞ്ഞ പോലെയുള്ളൊരു രീതിയിലായിരിക്കാം അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓരോ ആക്ഷൻ എടുത്തിട്ടുള്ളതും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇവരുടെ പുറകെ ബെഗ് ചെയ്ത് നടന്നിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പ്രയോറിറ്റി വന്നിട്ടുണ്ടാവണമെന്നില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് എടുത്തടിച്ച് പോലെ പറഞ്ഞിട്ടുണ്ടാവാം. അതായത് ആ ഒരു ഭാഗം ഈ ഒരു പേഴ്സൺ കോൺഫിഡൻസോട് കൂടിയാണ് നോക്കി കണ്ടിട്ടുള്ളത്. അപ്പം അതിനാണ് ഇപ്പോൾ തകർച്ച നേരിട്ടിട്ടുള്ളത്. അവരുടെ ഒരു അഹങ്കാരത്തിനേറ്റ അടി എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ ഒന്ന് അമ്പരപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് പിടിച്ചു കുലുക്കി എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അവരൊരിക്കലും നിങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു മാറ്റം പ്രതീക്ഷിച്ചിട്ടില്ല. അവർ അത്രയും കോൺഫിഡൻസോട് കൂടി ഈ റിലേഷൻഷിപ്പിനെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർ നിങ്ങൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് തന്നില്ല എന്നുണ്ടെങ്കിലും ഇതിനകത്ത് തേർഡ് പാർട്ടി എനർജി നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ ഒരു പേഴ്സൺ മറ്റൊരു സ്ഥലത്താണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആയിരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ അതിനിപ്പോൾ ഒരു തകർച്ച നേരിട്ടുണ്ട്. അവർ ആകെ പാനിക് ആയിട്ടിരിക്കുന്ന ഒരു എനർജി നമുക്ക് ഇവിടെയും കാണാം. റെസ്ലെസ് ആണ് ഈ ഒരു പേഴ്സൺ. പുറമേ അവർ വളരെ ശാന്തമായിട്ടായിരിക്കും കാണിക്കുന്നത്, പക്ഷേ ഉള്ളുകൊണ്ട് അവർ വളരെ റെസ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും അവർ വളരെ ഡിഫെൻസീവായിട്ട് നിൽക്കുന്നതായിട്ട് തന്നെ കാണാം. അതായത് ആ ഒരു പ്രതിരോധ സ്വഭാവം ഇപ്പോഴും ഈ ഒരു വ്യക്തിക്കുണ്ട്. അതായത് ഞാനാണ് ശരി എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് ഒരു പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിനകത്ത് ഒരുപാട് ടെൻഷൻ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ, ആങ്സൈറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറമേ കാണിക്കാതെ ഞാനാണ് ശരി എന്നുള്ള ആ ഒരു ധാർഷ്ട്യം നമുക്ക് അവരിൽ ഇപ്പോഴും കാണാം എന്നുള്ളൊരു സംഗതിയാണ്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ നോക്കുമ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നു, മറ്റാരെയും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ്. വേറൊന്നും നിങ്ങളെ പിടിച്ച് കുലുക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു വ്യക്തിക്കുണ്ട്. അത്
നിങ്ങളിപ്പോൾ ഇവരെ ചേസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ ആ ഒരു ആംഗിളിൽ അത് കാണുന്നത്. നേരത്തെ പോലെ ഒരുപാട് വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളായിട്ട് അവരുടെ പുറകെ ചെല്ലുക, അല്ലാന്നുണ്ടെങ്കിൽ അവരില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബെഗ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും കിട്ടുന്നില്ല. നമുക്കൊരു വശത്തു നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സംഗതി പെട്ടെന്ന് കിട്ടാതെ ആവുമ്പോൾ വരുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻ നല്ലതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സണിന് കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ പോലും അറിയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു എനർജി മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫ്ലോ ഒരു വൺ സൈഡ് മാത്രമേ ഉള്ളൂ. അത് കിട്ടുന്ന വ്യക്തി തിരിച്ചൊന്നും കൊടുക്കുന്നില്ല. ഈ കൊടുക്കുന്ന വ്യക്തി എപ്പോഴും ഡ്രെയിൻഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു പാറ്റേൺ, അതായത് ആ ഒരു റണ്ണർ ചേസർ എനർജിയിലൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകരുതെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. ആ കിട്ടുന്നവരെന്നും അത് കിട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അത് കിട്ടാതെ ആവുമ്പോഴാണ് അവർ ആകെ അസ്വസ്ഥമാകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി പോലും അറിയാതെ അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് തോന്നുക, പല കാര്യങ്ങളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ളൊരു പ്രേരണ അവർക്ക് ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി, അല്ലെങ്കിൽ സ്വന്തം ഒരു ആംഗിൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ മാത്രമൊക്കെ നോക്കി പോകുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്ന ഒരു ഫ്യൂലും കൂടിയാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അതില്ലാതെ ആവുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു റിലേഷൻഷിപ്പിൽ, ഇപ്പോൾ ഈ ഒരു സ്പ്രെഡ് ബേസ് ചെയ്ത് മാത്രമല്ല, ഏത് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും ഒരു പരിധിയിലപ്പുറം നമ്മൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു, മറ്റൊരാൾ ഇത് മുഴുവൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് നമുക്കൊന്നും തിരിച്ച് കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോ വ്യക്തിയും തിരിച്ചു പ്രതീക്ഷിക്കും എന്തെങ്കിലും. ഞാനും കൂടെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, എനിക്കും ഞാൻ കൊടുത്തത്ര അല്ലെങ്കിൽ പോലും തിരിച്ച് കിട്ടണം എന്നുള്ളത്. അത് കിട്ടാണ്ട് ആവുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു പാനിക്കായിട്ടുള്ള ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ ആകെ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റർബൻസസ് നമ്മളെ തന്നെയാണ് തളർത്തുന്നത്. അപ്പോൾ ഒരിക്കലും ആ ഒരു രീതിയിൽ പോവാതിരിക്കുക. ഒരു പരിധിയിലപ്പുറം നമ്മളൊരു റിലേഷൻഷിപ്പിനകത്ത് ഇങ്ങനെയുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിലും ഓവറായിട്ട് നമ്മളുടെ എനർജി കൊടുക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് തന്നെ ദൂഷ്യമായിട്ട് മാറുന്ന ഒരു സംഗതിയാണ്. അതുപോലെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമ്മിശ്ര വികാരങ്ങൾ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് നിങ്ങളുടെ കാര്യത്തിൽ. അവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, സംശയം തോന്നുന്നുണ്ട്, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്, ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഒരു സൈഡ് നമ്മൾ നോക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ട്, ദേഷ്യം തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ളൊരു വികാരങ്ങളും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് കാണാം. അപ്പോൾ പ്രധാനമായിട്ടും അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അവരിലേക്ക് അറ്റൻഷൻ പോകുന്നില്ല എന്നുള്ള ഒരു സംഗതിയാണ് അവരെ ഇറിറ്റേറ്റ് ആക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പേഴ്സൺ ആയിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. തോറ്റു തരാൻ മടിയുള്ള ഒരു വ്യക്തിയാണ്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മതിച്ച് തരാൻ മടിയുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. കാരണം എനിക്ക് തെറ്റ് പറ്റില്ല എന്നുള്ളൊരു അന്തരീക്ഷത്തിലായിരിക്കാം മൊത്തത്തിൽ ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു മനോനില തന്നെ അങ്ങനെയായിരിക്കാം. എനിക്ക് തെറ്റൊന്നും പറ്റില്ല, ഞാൻ എപ്പോഴും പക്ക പെർഫെക്റ്റ് ആണ്, ഓക്കെയാണ് എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു തോറ്റു തരാനുള്ളൊരു മടി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. ഒരുപക്ഷെ അവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം, നിങ്ങൾ ഇനി മൈൻഡ് ഗെയിം കളിക്കുകയാണോ എന്നുള്ള ഒരു രീതിയിൽ പോലും അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങളാണ്. സ്നേഹം തോന്നുന്നുണ്ട്, ദേഷ്യം തോന്നുന്നുണ്ട്, ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്, കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. ആ ഒരു തരത്തിലൊക്കെ അവർ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. അതായത് അവരുടെ ഈഗോ ഹേർട്ട് ആവാനായിട്ട് അവരൊരിക്കലും സമ്മതിക്കില്ല എന്നുള്ളതാണ്. ആ ഒരു ഈഗോ ഹേർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുകയും അസ്വസ്ഥതപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, എവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാരക്ടർ ആയിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ ഉള്ളത്. കാരണം ചിലവരുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആ ഒരു തരത്തിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു നിങ്ങളോടുള്ളൊരു അട്രാക്ഷൻ ആയിക്കോട്ടെ, നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഇതിലേക്ക് വരാനായിട്ട്. ഇപ്പോൾ ഒട്ടും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് എനർജി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹമൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷെ അത് ഫ്രീ ആയിട്ട് എങ്ങനെയാണോ മനസ്സിൽ തോന്നുന്നത് അതുപോലെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് നിങ്ങളെപ്പോഴും ബെഗ് ചെയ്ത് ഇവരുടെ പുറകെ നടക്കണം, അല്ലെങ്കിൽ ഇവർക്കായിരിക്കണം ഒരു ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി. ഒരു വൺ സൈഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് അവർ നിങ്ങൾക്കൊരു അറ്റൻഷൻ തന്നാലും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ഒരു പേഴ്സൺ ആയിരിക്കണം. അവർക്ക് ആ ഒരു പ്രയോറിറ്റി വേണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ധാർഷ്ട്യമൊന്നും ഇവരെ വിട്ട് പോയിട്ടില്ല. പുറമേ വളരെ കൂളാണെന്നും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെയും ഒരു സപ്പോർട്ട് വേണ്ട എന്നൊക്കെ കാണിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നേരത്തെ അവിടെ കണ്ടതുപോലെ കുറച്ചൊരു ഡിഫെൻസീവായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ മനസ്സുകൊണ്ട് അട്ടർ കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു വ്യക്തി എന്നുള്ളതും നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ നോ കോൺടാക്റ്റിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ശ്രദ്ധ ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്
മാക്സിമം പണിപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം. അത് നിങ്ങളോട് ഓപ്പണായിട്ട് വന്ന് സംസാരിച്ചുകൊണ്ടല്ല, വേറെ പല രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. അപ്പോൾ അത് ഇപ്പം നിലവിൽ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റസ് ഇടും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു എന്ന് വരാം. കാരണം അങ്ങനെയെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. അല്ലെങ്കിൽ അവർക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവർ. മാക്സിമം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം. നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഈഗോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഹേർട്ടാവില്ല. അവർ തന്നെ ആ ഒരു ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റിയിൽ നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ അധികം പേർക്ക് റെസൊനേറ്റ് ആവണമെന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. കാരണം എല്ലായിടത്തും എനിക്ക് ജയിക്കണം, അല്ലെങ്കിൽ ഞാനാണ് എല്ലായിടത്തും മുൻപന്തിയിൽ നിന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ അത് അവർ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിലും ഒരുപാട് പുറകെ പോയിട്ട് ഇപ്പോൾ ശാന്തമായിട്ടിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പഠിച്ചൊരു മാനസികാവസ്ഥയിലുള്ള എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ ഈ ഒരു അവസരത്തിൽ റെസൊനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. സത്യം പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ളൊരു കാര്യം വരാൻ പാടില്ലാത്തതാണ്. കാരണം റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മൾ ശത്രുതപ്പെടാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ശത്രുവായിട്ട് കണ്ടോ അല്ല പെരുമാറേണ്ടത്. നമ്മളെ അത്രയും കാര്യമായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം ഒന്നായിട്ട് പോകേണ്ടുന്ന വ്യക്തികളായിരിക്കണം ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു അസൂയ അല്ലെങ്കിൽ ദേഷ്യം, എനിക്ക് മുൻപന്തിയിൽ നിൽക്കണം അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ അണ്ടറിലായിരിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതികൾ വരുമ്പോഴത്തേക്കും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ താളം തെറ്റുന്ന ഒരു അവസ്ഥയായിരിക്കും പലപ്പോഴും ഉണ്ടാവുന്നത്. അങ്ങനെയുള്ളവരെ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ സഹിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്ത് പോകേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഈ ഒരു പേഴ്സൻ്റെ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലായിരിക്കണം കൂടുതൽ ഒരു അറ്റൻഷനും കാര്യങ്ങളും കൊടുക്കേണ്ടത്. ഒരു നേരത്തെയൊക്കെ ബെഗ് ചെയ്ത് പോയൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പോയി നമ്മൾ താഴെ വീണ ഒരാളുടെ കയ്യിൽ നിന്ന് മാപ്പ് മേടിച്ചിട്ടോ അല്ലെങ്കിൽ അയാളുടെ ഒരു ഭിക്ഷ പോലെ നമുക്ക് കിട്ടുന്ന ഒന്നുമല്ല സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു വാല്യൂ എന്താണോ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെ ചേസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ കാണാം. ഇവിടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 4, നമ്പർ 11, നമ്പർ 16 ആൻഡ് നമ്പർ 17. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ജെമിനായി, വിർഗോ, പൈസിസ്, ലിബ്ര, ഏരീസ് ആൻഡ് അക്വേറിയസ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സണുമായിട്ടൊരു സ്ട്രോങ് റീകൺസിലിയേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. ചിലപ്പോൾ എല്ലാവരും ആഗ്രഹിക്കണം എന്നില്ല. ചിലവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്രയേറെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇനിയും ഈ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചിലവർ മാറിപ്പോകാൻ ശ്രമിക്കുന്നവരുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.